നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എക്കോണമീസ് ആൻഡ് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഗുണങ്ങളുണ്ടാവും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കൊണ്ട്. When a firm expands its size, the scale of production increases. This scaling up production brings some advantages. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്താൽ നമുക്ക് വില കുറവിൽ കിട്ടും. അപ്പോൾ അത് അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് കിട്ടും. നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റിൽ നമുക്ക് കുറേ കുറവുകളും ബെനിഫിറ്റ്സും കിട്ടും. ആ അഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എക്കോണമീസ് ഓഫ് സ്കെയിൽ ആർ ക്ലാസിഫൈഡ് രണ്ടായിട്ട്, ഇൻറ്റേർണൽ ഇക്കോണമീസും ഉണ്ട്, എക്സ്റ്റേണൽ ഇക്കോണമീസും ഉണ്ട്. ഇൻറ്റേർണൽ ഇക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിലുള്ളത്, അതായത് ഇൻക്രീസിങ് സെയിൽ കൊണ്ട് കമ്പനിയുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ബെനിഫിറ്റുകൾ കാര്യങ്ങളുണ്ട്. അതാണ് ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഇക്കോണമീസും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഫേമിൻ്റെ ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ അപ്പോൾ എന്താണെന്നൊക്കെ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇൻറ്റേർണൽ ഇക്കോണമീസിൽ ഒന്ന് വരണതാണ് ടെക്നിക്കൽ ഇക്കോണമീസ്. അതായത് കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയണത്. ടെക്നിക്കൽ ഇക്കോണമീസ് ആർ അഡ്വാൻറ്റേജസ് അറൈസിങ് ഔട്ട് ഓഫ് ദ യൂസർ ബിഗ്ഗർ ആൻഡ് ബെറ്റർ ടെക്നോളജി. ലാർജ് ഫേം ക്യാൻ അഫോർഡ് ടു യൂസ് മോസ്റ്റ് മോഡേൺ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മൾ ചെറിയ ഒരു സംരംഭം നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ള മെഷീനറിയും കാര്യങ്ങളാണല്ലോ നമുക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ടെക്നോളജി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള എന്താ പറയുക പോരായ്മകളും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ലാർജ് സ്കെയിൽ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ക്വാളിറ്റി ഹൈ എഫിഷ്യൻസി മെഷീൻസ് മേടിച്ച് വയ്ക്കും. അപ്പോൾ അത്രയും എഫിഷ്യൻസി നമ്മുടെ പ്രൊഡക്ഷനിലും കാണിക്കും. അപ്പോൾ ആ ടെക്നോളജിക്കൽ ഗുണങ്ങൾ നമുക്കുണ്ടാവും. അതാണ് പറയുന്നത് ടെക്നോളജിക്കൽ. നമുക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു മെഷീനറി യൂസ് ചെയ്തിട്ട് നോർമൽ സാധാരണ സ്മോൾ സ്കെയിലുള്ള മെഷീനറി ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 1000 എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. മറ്റ് ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണല്ലോ. കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പിന്നെ ലേബർ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ദെൻ മാനേജറിയൽ എക്കണോമിക്സ്. സ്മോൾ ഫേംസിന് നമുക്ക് നല്ല ചെറിയ മാനേജേഴ്സ് ലക്ഷങ്ങൾ കൊടുത്ത് നമുക്ക് മാനേജേഴ്സിനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര എഫിഷ്യൻസി ഉണ്ടാവില്ല. നല്ല ലാർജ് സ്കെയിൽ ഇതാണെങ്കിൽ നല്ല സാലറി കൊടുത്ത് നല്ല എഫിഷ്യൻ്റായ ആൾക്കാരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്സിനെ വെച്ചാൽ എല്ലാ കാര്യവും നമ്മൾ ഇമ്പ്രൂവ് ആവും. ദെൻ കമേഴ്ഷ്യൽ എക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ബൈയിങ് ആൻഡ് സെല്ലിങ് നമുക്ക് നടത്താം. റോ മെറ്റീരിയൽ അതുപോലെ റോ മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ലാഭം കിട്ടും, ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടും. ചിലപ്പോൾ ചില ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ച് കൊടുക്കും, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെയാണ് ബൾക്കായിട്ട് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് പല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ കമേഴ്ഷ്യൽ ഇക്കോണമീസ് എന്ന് പറയുന്നത്. അടുത്ത ഫിനാൻഷ്യൽ ഇക്കോണമീസ് ആണ്. ഫിനാൻഷ്യൽ ഇക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ ഫേംസ് ക്യാൻ ആക്സസ് ഫിനാൻസ് അറ്റ് ലോവർ. അപ്പോൾ അതായത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ലാർജ് ഫേംസിന് ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വാങ്ങാനും ഇതൊക്കെ തയ്യാറാവും. സ്മോൾ സ്കെയിലുള്ള ഇതൊക്കെ ആണെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല, പിന്നെ അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുപോലെ തന്നെ സാധാരണ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പൈസ ഇല്ലാത്ത ഒരാൾ ചെറിയൊരു ഇതൊക്കെ ഉള്ള പ്രോപ്പർട്ടി ഒന്നും ഇല്ല, ചെറിയൊരു 5 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾ വിചാരിക്കാം. അയാൾ ലോണിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റി, ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഇത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കിട്ടൂല എന്ന് പറയില്ലേ. പക്ഷേ നല്ല സാലറീഡ് പേഴ്സൺസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നല്ല പ്രോപ്പർട്ടിക്ക് ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് എന്ത് കിട്ടും, ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നല്ല വലിയ സ്ഥാപനങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ റേസ് ചെയ്യാം. അപ്പോൾ അത് ചീപ്പ് ഫിനാൻസ് കിട്ടാൻ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു ഇക്കോണമീസ് ഓഫ് സ്കെയിലാണ്, ലാർജ് സ്കെയിലായിട്ടുള്ളതുകൊണ്ട് ഗുണമാണ്. മാർക്കറ്റിംഗ്, അവർക്ക് എന്ത് ചെയ്യാം, ബെറ്റർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാം. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്
ഇപ്പോൾ ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസുകാരൊക്കെ ഇങ്ങനെ ഒരുപാട് പരസ്യം നടത്തുന്നുണ്ട്. വലിയ വലിയ സംരംഭങ്ങളല്ലേ, വലിയ വലിയ ടെക്സ്റ്റൈൽസാണ് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള ഇതുണ്ട്, ബെനിഫിറ്റും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗുണങ്ങൾ കിട്ടും. റിസ്ക് ഇക്കോണമീസ്, സ്മോൾ ഫേംസ് വെച്ച് മോസ്റ്റ്ലി സിംഗിൾ പ്രൊഡക്റ്റ് ആവും. അപ്പോൾ എല്ലാതും അത് നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് കമ്പനീനെ മൊത്തം ബാധിക്കും. പക്ഷെ ലാർജ് സ്കെയിൽ ഫേംസിനാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്നിന് നഷ്ടം വന്നാലും മറ്റൊന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസ്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. സ്പ്രെഡ് ചെയ്യാന്ന് പറയാൻ, സ്പ്രെഡിങ് ദ റിസ്ക്, അതൊരു റിസ്ക് ഇക്കോണമീസ് എന്ന് പറയാം നമുക്ക്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻറ്റേർണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ നല്ല ടെക്നോളജി യൂസ് ചെയ്യാൻ നമുക്ക്, മെഷീനറി കാര്യങ്ങൾ, പിന്നെ നമുക്ക് മാനേജ്മെൻറ്റ്, നല്ല മാനേജേഴ്സിനെ. കമേഴ്ഷ്യൽ ഇക്കോണമീസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് പർച്ചേസിങ് ആൻഡ് സെല്ലിങ്, ഫിനാൻഷ്യൽ ഫണ്ട് നമുക്ക് ഈസി ആയിട്ട് റേസ് ചെയ്യാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൊമോഷണൽ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തി നമുക്ക് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാം, റിസ്ക് കുറയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റേർണലായിട്ട് വരുന്നത് കേട്ടോ. ഇനി എക്സ്റ്റേണൽ ഇക്കോണമീസ് ആണ് പറയണത്. ഇക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ, ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ, അങ്ങനെ 3 പറയണത്. അതിൽ ആദ്യത്തെയാണ് ഇക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. വെൻ ഇൻഡസ്ട്രി ഗ്രോസ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോൺസെൻട്രേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി ഓർ റീജിയൻ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി. ദിസ് കോൺസെൻട്രേഷൻ ഗീവ്സ് റൈസ് ടു സം അഡ്വാൻറ്റേജസ്. ബെറ്റർ റോഡ്, അതായത് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് ഒരു ഗ്രാമത്തിലായിരുന്നു വിചാരിക്കാം. അപ്പോൾ അവിടെ ആദ്യം ഒരു കുഞ്ഞൊരു ഷോപ്പ് വന്നു. അപ്പോൾ എന്താണ്, ആൾക്കാർ പുറത്തേക്ക് എല്ലാ കാര്യത്തിനും പോകുന്നതിന് പകരം കുറേ കാര്യങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ ഷോപ്പിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വേറൊരു ഷോപ്പ് തുടങ്ങി. അങ്ങനെ കുറച്ച് വലിയ, ആദ്യം ചെറിയൊരു പലചരക്ക് കട പോലത്തെയാണ്. പിന്നെ അതിൽ തന്നെ ഭയങ്കര റഷൊക്കെ കണ്ട് അപ്പോൾ ഏതെങ്കിലും പൈസ ഉള്ള ആൾക്കാർ അവിടെ എന്തൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു വിചാരിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഡെവലപ്പ്, ആൾക്കാർ വെറൈറ്റി ഓഫ് ഗുഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പിന്നെ പോക്കായി. അങ്ങനെ തന്നെ ആ ഭാഗം ഡെവലപ്പായി വരികയാണ്. അതേപോലെ തന്നെയാണ് ഒരു ഇൻഡസ്ട്രി ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവിടേക്ക് വാഹനങ്ങൾ വരാനും കാര്യങ്ങൾക്കും ഫെസിലിറ്റീസ് കിട്ടും. പിന്നെ നല്ല എന്താ പറയുക, ക്വാളിറ്റിയുള്ള റോഡ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഗവൺമെൻറ് പല ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതൊരു കഴക്കൂട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. ഈ കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ ആകെ കാട് പിടിച്ച് കിടക്കുന്ന അങ്ങനെ കുറേ പറമ്പുകളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു വികസനം ഇല്ലാത്ത ഏരിയ ആയിരുന്നു. ഗവൺമെൻറ് ചെന്ന് ഇങ്ങനെ ഒരു ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങിയപ്പോൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള പല കടകൾ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ ആൾക്കാർ റെൻറ്റിന് കൊടുക്കുക, സ്ഥലത്തിന് വില കൂടി, അങ്ങനെ മൊത്തം സ്ഥലം എന്താണ്, അപ്പോൾ ആ കുറച്ചിട എന്താ പറയുക, ഒരു 4-5 കിലോമീറ്ററിനുള്ളിൽ തന്നെ 10-25 സൂപ്പർ മാർക്കറ്റുകൾ തന്നെ ഉണ്ട് എന്ന് പറയില്ലേ. പണ്ട് അവിടെ ഒരു ചെറിയ കട പോലും ഇല്ലാത്തൊരു സ്പേസ് ആയിരുന്നു അത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നു. അതേപോലെ തന്നെയാണ് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ വളരെയധികം ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ജനങ്ങൾക്കും ഒരു ബാങ്കുകൾ വരും, പിന്നെ പല സംവിധാനങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ അത് നമ്മുടെ മൊത്തം ആൾക്കാർക്കും, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്കുള്ള ഗുണങ്ങളാണ് പറയണത്. അപ്പോൾ അത് ഇൻഡസ്ട്രീനെ ഓൾസോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദെൻ ഇക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ ബിസിനസ്സിന് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇൻഫോർമേഷൻ റിഗാർഡിംഗ് അവൈലബിലിറ്റി ആൻഡ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ, ഫ്യൂച്ചർ ഡിമാൻഡ് കണ്ടീഷൻ, ട്രെൻഡ്സ് ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇന്നോവേഷൻ എക്സെട്ര ആർ ക്രൂഷ്യൽ ഇൻ ബിസിനസ് സക്സസ്സിന്. ബിസിനസ്സിന് നല്ല റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, എവിടെയാണ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്നോവേഷൻസിനെ കുറിച്ചിട്ട് അറിവ്, അതൊക്കെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാം ഇതാക്കാൻ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസ് എല്ലാവരും കൂടി ചേർന്ന് റിസർച്ച് നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കളക്റ്റീവ് റിസർച്ച് ഗാദറിങ് ഇൻഫോർമേഷനൊക്കെ ജേണൽസ് ഒക്കെ വഴി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ കളക്റ്റീവ് ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ള ഇക്കോണമീസ്. അതായത് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിംഗിൾ ഫേം ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഒരുപാട് കൂടി ഫേംസ് ഒരുപാട് കൂടുതൽ എണ്ണം കൂടുതൽ ചേർന്ന് നമ്മൾ അതിനെന്ത് പറയും, ഇൻഡസ്ട്രി എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ മാത്രമാണെങ്കിൽ അതിന് ഫേം എന്ന് പറയും.
ടെക്സ്റ്റൈൽ ഫാക്ടറി, കുറച്ച് എണ്ണം ഫാക്ടറീസ് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രി ആയി മാറി. അപ്പോൾ അവർ ഓരോരുത്തർ എന്ത് ചെയ്യാണ്, ഓരോ കാര്യം ഫ്യൂച്ചറിൽ ഡിമാൻഡ് എത്ര വരുമോ അങ്ങനെ വരുമോ എന്നൊക്കെ എന്താക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ചിലവ് കൂടുതലാണ്. അപ്പോൾ അവരെല്ലാവരും ഒത്തുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനാണ് പല കമ്പനികൾക്കും മെജോറിറ്റി പൈസ പോണത്. അപ്പോൾ അതെല്ലാവരും കൂടി ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറയാം. ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. ഡിസിൻറ്റഗ്രേഷൻ മീൻസ് സ്പ്ലിറ്റിംഗ് അപ്പ് ആണ്. ഇൻ മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ് ആർ സ്പ്ലിറ്റ് അപ്പ് ആൻഡ് സം പ്രോസസ് ആർ എൻട്രസ്റ്റഡ് ടു അതേഴ്സ്. ദിസ് ഔട്ട്സോഴ്സിങ് ഓഫ് സം പ്രൊഡക്ഷൻ പ്രോസസ് ഇൻവോൾവ്സ് അഡ്വാൻറ്റേജസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് തമ്മിൽ അസംബിൾ ചെയ്തതാവാം ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു സദ്യ നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു ഫംഗ്ഷൻ നടക്കാൻ വിചാരിക്കുക. അപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് ചിലപ്പോൾ പായസം വയ്ക്കാൻ നന്നായിട്ട് അറിയില്ല എന്ന് വിചാരിക്കുക. പിന്നെ ബൾക്കായിട്ട് കുറച്ച് ഒരു 50 ആൾക്ക് വെക്കുമ്പോൾ ടേസ്റ്റിൽ ഡിഫറൻസ് വരുമ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വീട്ടുകാർ പായസം ഉണ്ടാക്കാൻ എവിടെന്നെങ്കിലും മേടിക്കാൻ വിചാരിക്കും പായസം. അതേപോലെ എന്തെങ്കിലും ഐറ്റംസ് പുറമേക്ക് ഏൽപ്പിക്കുക, ബാക്കി കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുക, അങ്ങനെയുള്ളൊരു ഇത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക, കുട ഉണ്ടാക്കേണ്ട കേസ് വിചാരിക്കുക. ഇപ്പോൾ കുട ഉണ്ടാക്കണമെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടിച്ചേർത്ത് അസംബിൾ ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കുക, അപ്പോൾ ഓരോ നമ്പർ ഓഫ് ഐറ്റംസ് അസംബിൾ ചെയ്താൽ, അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ചെയ്യാതെ പുറത്തേക്ക് കൊടുക്കുക, ഇന്ന ഭാഗം വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക, അങ്ങനെ പലയിടത്തും കൊടുത്ത് നമുക്കത് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ്, നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ബെനിഫിറ്റിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ തന്നെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാതെ ഡിഫറെൻറ്റ് ആൾക്കാരെ ഏൽപ്പിച്ച് ഔട്ട്സോഴ്സിങ് നടത്തി നമ്മളത് ഏറ്റവും ബെറ്ററായിട്ട് നടത്താം. അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഈ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ കൊണ്ട് ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ്റെ ഫലമായിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. ഇക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട്, ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. ഇങ്ങനെ അപ്പോൾ ഇക്കോണമീസ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള. അതാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസിക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. ഓക്കെ.